ഈശോ മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന വചനം നമ്മുടെ ഭാവി ഉറപ്പിക്കാനായിട്ട് നമ്മൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വചനം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 31-ാം തിരുവചനമാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 31-ാം തിരുവചനം. വചനം ഇപ്രകാരമാണ്: നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് വചനം പറയുകയാണ്, നിൻ്റെ ജീവിതത്തിൽ നീ നന്മയ്ക്ക് പകരം നന്മ ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നന്മ ചെയ്യാനായിട്ട് കിട്ടുന്ന എല്ലാ അവസരങ്ങളെയും ഏറ്റവും മനോഹരമായിട്ട് കൃത്യമായിട്ട് ഉപയോഗിക്കണമെന്ന് വചനം പറഞ്ഞു വെച്ചിട്ട് അതുവഴിയായിട്ട് എന്ത് പറ്റും? നീ നന്മയ്ക്ക് പകരം നീ നന്മ ചെയ്ത് കഴിയുമ്പോൾ, ഞാനോ നിങ്ങളോ നന്മയ്ക്ക് പകരം നന്മ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഭാവി, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഭാവികൾ ഉറപ്പിക്കും. ആരാണ്? ദൈവമാണ് അതിനെ ഉറപ്പിക്കുക. എന്നുവെച്ചാൽ അടുത്ത വചനത്തിൻ്റെ അടുത്ത ഭാഗം പറയുകയാണ്, വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും. നീ നന്മയ്ക്ക് പകരം നന്മ ചെയ്തു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിത വഴികളിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വീഴ്ചകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ അവസരങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വലിയ സഹായത്തിൻ്റെ കരങ്ങൾ നിന്നിലേക്ക് എത്തുമെന്ന് വചനം പറഞ്ഞു വെച്ചിരിക്കുക. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ജീവിത വഴികളിലെല്ലാം നന്മ കിട്ടുന്ന ഓരോ അവസരങ്ങളെയും ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പ്രത്യേകമാംവിധം ഈ വചനം ശ്രവിക്കുന്ന ഓരോ സഹോദരങ്ങളെ താങ്കളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഈ ലോക ജീവിത കാലഘട്ടത്തിൽ നന്മ ചെയ്യാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളെയും ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്തി അങ്ങയുടെ വലിയ കൃപയാലും അനുഗ്രഹത്താലും നിറയുവാനും ഞങ്ങളുടെ ഭാവി ഉറപ്പിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.